ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയാ. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവരാജ്യവാസന്നമായി മാനം തിരിവിൻ പാടുവിൻ നവഗാനമറിയിപ്പിൻ സുവിശേഷം ദൈവരാജ്യവാസന്നമായി മാനം തിരിവിൻ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ
കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മുമ്പാകെ വരുവാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇത് സംസാരിക്കുന്നത് യേശുവിനോട് കൂടി നടന്ന 2 ശിഷ്യന്മാരാണ്. അതിലൊരാളുടെ പേര് ക്ലയോപ്പാവ് എന്നാണ്. കൂടെയുള്ള ആൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം ഇത് പറയുന്നത്. ഇവർ യെരുശലേമിൽ നിന്ന് അവരുടെ സ്വന്തം ഗ്രാമമായ എമ്മൗസിലേക്ക് പോവുകയാണ്. അവർ പോകുമ്പോൾ വളരെ ഭാരപ്പെട്ടും നിരാശപ്പെട്ടും വാടിയ മുഖത്തോടെയാണ് അവർ പോകുന്നത്. അവരുടെ ഹൃദയം മുഴുവൻ നിരാശയാണ്. അതിനു മുമ്പ് നടന്നതായ സംഭവങ്ങളെല്ലാം അവരുടെ ഹൃദയത്തിൽ തെറുത്ത് വരികയാണ്. കർത്താവായ യേശുക്രിസ്തുവിന് സംഭവിച്ചതും അതിനെപ്പറ്റിയെല്ലാം അവർ വാദിച്ചും തർക്കിച്ചും കൊണ്ടാണ് അവർ ചേർന്ന് നടക്കുന്നത്. ഇത് ഇങ്ങനെ സംസാരിച്ചും വാദിച്ചും കൊണ്ട് അവർ പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരോട് ചേർന്ന് നടക്കുകയാണ്. അവരുടെ മുഖം വാടിയിരിക്കുന്നതും അവരുടെ ഹൃദയത്തിൻ്റെ മ്ലാനത മാറ്റുവാനും വേണ്ടിയാണ് കർത്താവ് അവരുടെ കൂടെ വന്ന് ചേർന്ന് നടക്കുന്നത്. അവർക്ക് ഒരു അപരിചിതനെ പോലെ മാത്രമാണ് കർത്താവിനെ കാണുവാൻ സാധിക്കുന്നുള്ളൂ. കാരണം ഹൃദയം നിറഞ്ഞ മ്ലാനതയും നിരാശയും മുറ്റി നിൽക്കുമ്പോൾ, വാടിയ മുഖത്തോടെ നിൽക്കുമ്പോൾ യഥാർത്ഥമായ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാൻ അവർക്ക് സാധിക്കുകയില്ല. അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു അങ്ങനെ പോകുവാൻ ആഗ്രഹിച്ചില്ല. അവരുടെ നിരാശ മാറ്റുവാനും അവരുടെ മ്ലാനത മാറ്റുവാനും കർത്താവായ യേശുക്രിസ്തു അവരോട് ചേർന്ന് നടക്കുകയാണ്. അവനെ അറിയാതെ കൊണ്ട് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അവർ വാടിയ മുഖത്തോടെ നിരാശയോടെയാണ് നിൽക്കുന്നത്. അപരിചിതനെ പോലെ ചേർന്ന് നടക്കുന്ന കർത്താവായ യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. അവർ കർത്താവിനോട് പറയുന്നത് യെരുശലേമിലെ ഒരു പരദേശിയായ ഒരാളെപ്പോലെ മാത്രമാണ് അവർക്ക് യേശുവിനെ കാണുവാൻ സാധിക്കുന്നുള്ളൂ. നീ ഇതൊന്നും അറിഞ്ഞില്ലേ, ഇവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലേ എന്ന്, യെരുശലേമിൽ നടന്നതൊന്നും അറിഞ്ഞില്ലേ എന്ന് അവർ കർത്താവിനോട് ചോദിക്കുകയാണ്. ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 24 വരെ വാക്യങ്ങളിൽ കാണുമ്പോൾ അറിയാം, മനുഷ്യരുടെ ഇടയിലും ദൈവത്തിൻ്റെ ഇടയിലും ശക്തിയുള്ള പ്രവാചകനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവരെ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ യഹൂദന്മാർ പുരോഹിതന്മാരും അവനെ ക്രൂശിച്ചു. അതുമാത്രമല്ല, ഇന്ന് 3-ാം ദിവസമായി കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ ചെന്ന് കർത്താവിനെ കാണാതിരുന്നതും കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്ന് മാലാഖമാരുടെ ദർശനം കണ്ടതെല്ലാം പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങൾ വളരെ ഭ്രമിച്ചിരിക്കുകയാണ്. അതെല്ലാം പറഞ്ഞ് കർത്താവിനോട് പറയുകയാണ്. നമുക്കത് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേക്കാം. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെക്കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. അവരതെല്ലാം കേട്ട് ഭ്രമിച്ച്, ഇനി യേശുക്രിസ്തുവിന് വരാൻ പോകുന്നതെല്ലാം ഞങ്ങൾക്കും വരാൻ പോവുകയാണ്, യഹൂദന്മാർ ഞങ്ങളെയും പിടിച്ചു കൊല്ലും എന്നുള്ള ഭയത്തോടെ അവർ പ്രാണഭയത്തോടെയാണ് യെരുശലേം വിട്ട് എമ്മൗസിലേക്ക് പോകുന്നത്. കാരണം കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടാണ് അവർ എമ്മൗസിലേക്ക് പോകുന്നത്. എന്നാൽ ഈ കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. കർത്താവ് അവരുടെ അവിശ്വാസത്തെ ശാസിക്കുന്നു. മന്ദബുദ്ധികളെ എന്നാണ് കർത്താവ് വിളിക്കുന്നത്. കർത്താവ് അവരുടെ ബുദ്ധിഹീനതയെ ശാസിച്ചു. കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മോശ മുതൽ പ്രവാചകന്മാരെല്ലാം കർത്താവിനെക്കുറിച്ച് പറഞ്ഞ തിരുവെഴുത്തുകളെല്ലാം കർത്താവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു.
അതെല്ലാം മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കും. മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ ഉയർത്തിയപ്പോൾ താഴെ നോക്കുമ്പോൾ കന്യാമറിയാം അവിടെയുണ്ട്, തൻ്റെ അരുമ ശിഷ്യൻ യോഹന്നാനുണ്ട്. ക്രൂശിൽ നിന്ന് കർത്താവ് നോക്കുമ്പോൾ പ്രിയപ്പെട്ട അമ്മയെ, ഏറ്റവും പ്രിയ സ്നേഹിതനായ യോഹന്നാനെ ഭരമേൽപ്പിക്കുമ്പോൾ കന്യാമറിയാമിനെ വിളിക്കുന്നത് സ്ത്രീയെ എന്നാണ്. കന്യാമറിയാം നോക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി അവിടെ പാമ്പിൻ്റെ തല ചതച്ച് പാപത്തിൻ്റെ പരിഹാരമായി ശത്രുവിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിക്കിടക്കുന്ന തൻ്റെ പുത്രനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കന്യാമറിയാം ദർശിച്ചു കാണും. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന്. യെശയ്യാ പ്രവാചകൻ സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടുമെന്ന്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, സ്ത്രീയുടെ സന്തതിയായിട്ടാണ് ഈ കുഞ്ഞ് ജനിക്കുന്നതെന്നെല്ലാം യെശയ്യാ പ്രവാചകൻ പിന്നെയും പറയുന്നുണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടുമെന്നെല്ലാം പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് 740 വർഷം ഏകദേശം മുമ്പാണ് യെശയ്യാ പ്രവാചകൻ ഇതെല്ലാം സംസാരിക്കുന്നത്. കർത്താവ് അവർക്ക് പൊരുൾ തിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എവിടെയാണ് കർത്താവ് ജനിക്കുന്നതെന്ന് മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയും, നീയോ ബേത്ലഹേം എഫ്രാത്തെ, യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയിക്കാനുള്ള അധിപതിയായിരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് മീഖാ പ്രവാചകൻ പ്രവചിച്ച് പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും യഹൂദാ ഗോത്രത്തിൽ നിന്ന് ബേത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു യുവാവിനെ, ഒരു ലേവിനെ കുറിച്ച് കാണാം. തരം കിട്ടുന്നിടത്ത് പാർക്കുവാൻ വരുന്ന ബേത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു യഹൂദിനെ കുറിച്ചും ന്യായാധിപന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തു ആ ശിഷ്യന്മാർക്ക് പറഞ്ഞ് പൊരുൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും, 9:9 പറയും, സെഖര്യാ പ്രവാചകൻ ഏകദേശം കർത്താവ് ജനിക്കുന്നതിന് 520 വർഷം മുമ്പ് പ്രവചിച്ചതാണ്. കർത്താവിൻ്റെ ഓശാന പെരുന്നാൾ, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ രാജാവ് എങ്ങനെയുള്ളവനാണ്? അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി പെൺകഴുത കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് അവർക്ക് ഓർക്കാൻ പാകത്തിന് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. അവരിതെല്ലാം ചെയ്തതാണ്. പെൺകഴുത കുട്ടിയെ അഴിച്ചുകൊണ്ട് വന്ന് അവരുടെ വസ്ത്രമെല്ലാം അതിന് മുകളിൽ വിരിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രാജാതിരാജനായി യെരുശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയതും അവരെല്ലാവരും കർത്താവിനെ ഓശന പാടി സ്തുതിച്ചതും എല്ലാം അവരുടെ മനസ്സിൽ ഇപ്പോഴും തെളിവായിട്ട് നിൽക്കുന്നുണ്ട്. കർത്താവ് അതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സംഭവിക്കാനുള്ള എല്ലാം സംഭവിക്കുകയും ആ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാം കർത്താവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. പിന്നെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 13:7 പറയും, വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇടയനെ വെട്ടുക, ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക എന്നെല്ലാം സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നതും ആ ഇടയനാണ് വെട്ടേറ്റപ്പെട്ടതെന്നും ആടുകളെല്ലാം ചിതറിപ്പോയി കിടക്കുന്നതെല്ലാം ആ കർത്താവ് പൊരുൾ തിരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്റെ കയ്യിൽ കാണുന്ന മുറിവുകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ സ്നേഹിക്കുന്നവരുടെ അടുത്ത് വെച്ച് മുറിവേറ്റതാകുന്നുവെന്ന്, സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നുവെന്നാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ കൈക്കൊണ്ടില്ല. കർത്താവിനെ ക്രൂശിക്കുകയും മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത കർത്താവിനെ പറ്റി കർത്താവ് അവർക്ക് ഈ ശിഷ്യന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി പൊരുൾ തിരിച്ചു കൊടുക്കുകയാണ്. മീഖാ പ്രവാചകൻ കാണുന്നുണ്ട്, 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, ഇസ്രായേലിൻ്റെ ന്യായാധിപതി അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. തുടർന്ന് സങ്കീർത്തന പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം ഏകദേശം 1440 വർഷം മുമ്പ്, കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് രാജാവ് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തെന്ന്. കർത്താവായ യേശുക്രിസ്തു ആ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്നതും എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം നിറവേറ്റിയതും അതെല്ലാം അവർ കണ്ടതാണ്. എൻ്റെ കൈകളെയും കാലുകളെയും കുത്തി തുളച്ചിരിക്കുന്നു, എല്ലാം
മുറിവേറ്റതും കാലുകളിലും കൈകളിലും ആണിയേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതെല്ലാം കർത്താവ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം നാം വായിക്കുമ്പോൾ കാണാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം മുഴുവനായി എന്തിനാണ് കർത്താവ് കഷ്ടം അനുഭവിച്ചതെന്നും അതിൽ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും എല്ലാം വിസ്തരിച്ച് പറയുന്ന അധ്യായമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, ഈ യെശയ്യാ പ്രവാചകൻ ഏകദേശം 740 വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ഈ കർത്താവിൻ്റെ കഷ്ടാനുഭവം മുഴുവനും ആത്മാവിൽ കണ്ട് എഴുതി വെച്ചു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചുമെന്ന് വിചാരിച്ചു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അകൃത്യ നിമിത്തം മുറിവേറ്റും കർത്താവ് ഇരിക്കുന്നു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് യെശയ്യാ പ്രവാചകൻ മുൻപ് കൂട്ടി പ്രസ്താവിച്ചത് നമുക്ക് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. നമുക്ക് വായിച്ചു കേൾക്കാം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് ഇതെല്ലാം പൊരുൾ തിരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കർത്താവ് വചനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയം കത്തുപിടിക്കുന്നുണ്ട്, അവരുടെ നിരാശ മാറുന്നുണ്ട്, അവരുടെ വേദനകളെല്ലാം മാറി മാറി വരികയാണ്. എന്നാൽ അവർക്ക് ഇപ്പോഴും അവർക്ക് കർത്താവായ യേശു ക്രിസ്തുവാണ് അവരോടുകൂടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. കർത്താവ് അവരുടെ ഗ്രാമത്തോടടുത്തപ്പോൾ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിക്കുകയാണ്. കർത്താവിന് ആഗ്രഹമുണ്ട് അവരെന്നെ ഒന്ന് വിളിക്കണമെന്നും സാക്ഷാൽ യേശു ക്രിസ്തുവാണ് അവരുടെ കൂടെ നടക്കുന്നതെന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. എന്നാൽ അവർ വിളിക്കുകയാണ്, നേരം അസ്തമിപ്പാറായല്ലോ, വൈകിയല്ലോ, നീ ഞങ്ങളോടുകൂടെ പാർക്കുക എന്ന് നിർബന്ധിച്ച് വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ, ഞങ്ങളോടുകൂടി അത്താഴം കഴിക്കണമേ എന്നെല്ലാം പറഞ്ഞ് അവർ നിർബന്ധിച്ചു. കർത്താവ് സന്തോഷത്തോടെ അവരോടുകൂടെ പോവുകയും അവർക്ക് കർത്താവായ യേശു ക്രിസ്തു അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അതിഥിനായി അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. പെട്ടെന്ന് അവരുടെ കണ്ണ് തുറന്നു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അവർ മരിച്ചുപോയി എന്ന് വിചാരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് കാണിക്കണം മാത്രമേ ആയിരുന്നു യേശുവിന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അവർക്കത് തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവ് പെട്ടെന്ന് അപ്രത്യക്ഷനായി പോവുകയാണ്. ഇനി ഈ കഷ്ടതയെല്ലാം കഴിഞ്ഞ് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതാകുന്നു എന്ന് കർത്താവ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നു. അവർക്ക് വളരെ സന്തോഷമായി. ദൈവത്തിൻ്റെ സ്തോത്രം. അവരുടെ മ്ലാനത മാറി, അവരുടെ നിരാശ മാറി. അവർ വളരെ സന്തോഷത്തോടെ ആ രാത്രിയിൽ തന്നെ അവർ യെരുശലേമിലേക്ക് തിരിച്ചു പോവുകയാണ്. അവർ വന്ന പോലെ അല്ല അവർ പോകുന്നത്. ഇന്ന് അവരുടെ ഹൃദയം വളരെ സന്തോഷത്തോടും കാരണം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവർക്ക് സന്തോഷമായി. അവനെപ്പോലെ നിരാശപ്പെട്ട് വാതിലടിച്ച് ഭയത്തോടെ ഇരിക്കുന്ന അവരുടെ മറ്റ് ശിഷ്യന്മാരുടെ അടുത്തിലേക്ക് അവർ രാത്രിയിൽ തന്നെ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. അവർ വന്നതുപോലെയല്ല തിരിച്ചു പോകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ നാം തിരിച്ചറിയുമ്പോൾ, എൻ്റെ ദൈവം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ മാറും. ഇതുപോലെ നമ്മൾ എത്രയോ അനുഭവം നമുക്ക് പറയുവാൻ സാധിക്കും. വളരെ നിരാശപ്പെട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നാം വചന ശുശ്രൂഷയിൽ വന്നിരിക്കുന്നു. വചനം നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ നാം ആ വചനത്തിന് കീഴ്പ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഭാരങ്ങളെല്ലാം കഴിയുമ്പോൾ ആ വചനം നമ്മളോട് സംസാരിക്കുന്നതും നമ്മളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നതെല്ലാം നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. എനിക്ക് പല അനുഭവങ്ങൾ പറയാൻ കഴിയും. ചിലപ്പോൾ മനസ്സ് വാടി ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു പാട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. വളരെ വിഷമിച്ച് ഞാൻ എൻ്റെ റൂം തൂത്തുകൊണ്ടിരുന്നപ്പോൾ പണ്ട് സാധു കൊച്ചു കുഞ്ഞ് ഉപദേശി എഴുതിയ ഒരു പാട്ടാണ്. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു, പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണമെന്ന്, ഞാൻ എന്തിനിങ്ങനെ വിഷമിച്ച് ജീവിക്കണമെന്ന് സാധു കൊച്ചു കുഞ്ഞുപദേശി പാടിയ ഒരു പാട്ട് എന്തോരം ആശ്വാസമായിരുന്നു. കർത്താവ് ആ വിഷമങ്ങളെല്ലാം മാറ്റി സമാധാനത്തോടെ നിർത്തുന്ന ദൈവത്തിൻ്റെ വചനം, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ സ്തോത്രം. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ഒരു സഹോദരിയുടെ സാക്ഷ്യം കേൾക്കുവാനിടയായി. അത് ഭർത്താവ് മരിച്ച ഒരു സഹോദരിയാണ്. കുഞ്ഞിന് ഒരു ആക്സിഡൻറ്റ് വന്നപ്പോൾ ശരിക്കും കർത്താവ് കാത്തു. കുഞ്ഞിന് വലിയ അപകടമൊന്നും വരാതെ വണ്ണം ആ അപകടത്തിൽ നിന്ന് ദൈവം അവനെ രക്ഷിച്ചു. ആ സഹോദരി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച്, കർത്താവെ നന്ദിയോടെ ദൈവത്തിനെ സ്തുതിക്കുന്നതിന് പകരം
ആ സഹോദരിക്ക് ഒരു ഭാരമാണ് വന്നത്. കർത്താവ് ദുഃഖിച്ചു. എന്തുണ്ടായി? ആ സഹോദരിക്ക് പിന്നെ ഒരു സമാധാനമില്ലാതെ പലവിധ അസുഖങ്ങൾ വന്നു തുടങ്ങി. വിട്ടുമാറാത്ത പനി. പല ഡോക്ടറെയും മാറി മാറി കാണിച്ചു. ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഈ സഹോദരിക്കാണെങ്കിൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല, വിശക്കുന്നില്ല, ഒരു ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, വിട്ടുമാറാത്ത പനി, ആൻറ്റിബയോട്ടിക്കുകൾ മാറി മാറി കഴിച്ചിട്ടും ഒരു ആശ്വാസവും കിട്ടുന്നില്ല. ഇങ്ങനെ ഈ സഹോദരിയുടെ അവസ്ഥയായിരുന്നപ്പോൾ വേറൊരു സഹോദരി വിളിച്ചു. എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നും എന്താണ് കാര്യമെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ കൊച്ചിന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഭാരപ്പെട്ടതാണ് വിഷയം. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ആ സഹോദരിയുടെ ഹൃദയം തകർന്നു. അതാണ് എനിക്ക് തെറ്റുപറ്റിയതെന്ന് മനസ്സിലായി. അത് തിരുത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അസുഖങ്ങൾ മാറി. വിശപ്പില്ലാതിരുന്ന വിശപ്പോടുകൂടി ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. വിട്ടുമാറാതിരുന്ന പനിയെല്ലാം ഒരു നിമിഷം കൊണ്ട് മാറിപ്പോയി. നമ്മുടെ ഹൃദയത്തിൽ പാപം വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു മാറിക്കഴിയുമ്പോൾ, എന്നാൽ നമ്മളെ അങ്ങനെ വിട്ട് നിരാശപ്പെട്ടു നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തക്ക സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി ആരെങ്കിലും ദൈവം അയക്കും. ഇന്നും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നിരാശ മാറും, നമ്മുടെ സങ്കടം മാറും. നമ്മുടെ ഹൃദയം പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. നമ്മുടെ തളർച്ചകളും ക്ഷീണങ്ങളും മാറി നാം ഉണർന്നെഴുന്നേറ്റ് യേശുവിനായിട്ട് ജീവിക്കുവാൻ സാധിക്കും. അതാണ് കർത്താവിൻ്റെ വചനത്തിലുള്ള ശക്തി. കർത്താവ് നമ്മുടെ ബോധത്തെ, കർത്താവിൻ്റെ വചനങ്ങളെ കർത്താവ് പൊരുൾ തിരിച്ചു പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്കിതെല്ലാം തെളിവായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ആ നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തിലേക്ക് അയക്കുമ്പോൾ പാപം ചെയ്തിട്ടും ഒരു കുറ്റബോധവുമില്ലാതെ കഠിന ഹൃദയത്തോടെ ഇരിക്കുമ്പോൾ ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തേക്ക് അയച്ചു, വചനം കൊടുത്തു. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ കുറ്റബോധം വന്നു. ദൈവസന്നിധിയിൽ അനുദപിച്ചു. 53-ാം സങ്കീർത്തനം വേദനയോടെ ആ ദാവീദ് എഴുതി. ആ പാപബോധത്തിൽ നിന്നെല്ലാം മാറി ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനാക്കി ആ മനുഷ്യനെ ദൈവം രൂപാന്തരപ്പെടുത്തി മാറ്റി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും, 55:6 പറയും, യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ തന്നെ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ഇന്ന് ദൈവം നമുക്ക് വചനവുമായി അടുത്തേക്ക് വരികയാണ്. കൃപായുഗമാണ്. ദൈവം ഇന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. ഇന്ന് എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനു വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന കൃപായുഗത്തിൽ ജീവിക്കുന്നു. നാം വായിച്ച സമയത്ത് അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവിൽ ജീവിച്ചു. നാം ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനു വേണ്ടി നോക്കി പാർത്ത് നിൽക്കുന്നു. വരുവാനുള്ളവൻ വരുമ്പോൾ നാം ഒരുങ്ങി നിൽക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ഇനി പാപികളെ രക്ഷിപ്പാനല്ല വരുന്നത്. അവനിന്ന് ഹൃദയത്തോട് മുട്ടുകയാണ്. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനോടുകൂടി അത്താഴം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, മനുഷ്യരോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. അവൻ്റെ പ്രമോദം മനുഷ്യരോട് കൂടിയായിരുന്നുവെന്ന്, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സകലവും നിർവഹിച്ച് ക്രൂശിന്മേൽ ശത്രുവിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി നമ്മുടെ പാപത്തിനെല്ലാം പരിഹാരം നേടി കർത്താവ് കടന്നുപോയി. അവൻ ഇനി രാജാവായി വരും. അന്ന് നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇനി എന്നാണ് നമുക്കറിയില്ല. നാം യുദ്ധശ്രുതികളെ കേട്ടി കേൾക്കുന്നു. അധർമ്മം പെരുകുന്നു, ഇസ്രായേൽ തളിർക്കുന്നു, സുവിശേഷം എല്ലായിടത്തും പരക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പരന്നുകൊണ്ടിരിക്കുന്നു. നാം ഈ കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടം, വളരെ നഷ്ടം. ഇനി നമ്മുടെ നാശത്തിന് നാം തന്നെ ഉത്തരവാദികൾ. കർത്താവ് എല്ലാം നമുക്ക് ചെയ്തിട്ടും നാം വിശ്വസിക്കാതെ നശിച്ചു പോയാൽ നമ്മുടെ നാശത്തിന് നാം തന്നെ ഉത്തരവാദികളായി തീരേണ്ടി വരും. ഞാൻ ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. വലിയ ഒരു മിഷണറിയായ ഒരു ദൈവ പൈതൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് അവിടെ ഒരു സിനിമാതടി വന്ന് വചനം കേട്ടു. വചനം കേട്ടപ്പോൾ ആ ഹൃദയത്തെ തകർക്കുന്ന വചനം, സന്ധ്യമഞ്ചുകളെ വരെയും തുളച്ചുകയറി, ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് കുത്തിക്കയറി. അവൾ തീരുമാനിച്ചു കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന്. എന്നാൽ അവൾക്ക് ചില കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ടെന്നും അവൾ എഴുതി, അവളുടെ ഡയറിയിൽ എഴുതി, ഞാൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോളാമെന്ന്. പക്ഷേ അധിക നാള് അന്ന് ആ തീരുമാനമെടുത്ത് ഞാൻ ഇതെല്ലാം ചെയ്തോളാം, യേശുക്രിസ്തുവിനെ പിന്നെ സ്വീകരിച്ചോളാം എന്ന് അവളുടെ ഡയറിയിൽ എഴുതി. ആ വചനമെല്ലാം കേട്ട് അവൾ ആ രാത്രിയിൽ തന്നെ ഒരു വലിയ ആക്സിഡൻറ്റിൽപ്പെട്ട് ഈ സ്ത്രീ മരിച്ചുപോയി. അവൾക്ക് ദൈവം വചനവുമായി അവളുടെ അടുത്തേക്ക് വന്നതാണ്, എല്ലാം മനസ്സിലാക്കി കൊടുത്താണ്. നാളെ നാളെ എന്ന് പറയുന്ന പിശാചിൻ്റെ കെണിയിൽ അവൾ അകപ്പെട്ടു പോയി. നിത്യനരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് അവൾ പോയി. ദൈവം
എല്ലാ അവസരങ്ങളും കൊടുത്തതായിരുന്നു. നാം ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം തുറന്ന് നാം കർത്താവിനെ സ്വീകരിക്കുകയാണെങ്കിൽ ആർക്കും ഇന്ന് രക്ഷ നേടാം. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. കാരണം വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹായ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ആ സാഹചര്യത്തിലേക്ക് പിന്നെ മനുഷ്യൻ ജീവിക്കുകയാണ്. അത് ഭയാനകമായ നാളുകളാണ് അങ്ങനെ വരുന്നത്. ആ അവസരത്തിലേക്ക് നാം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവായ യേശുക്രിസ്തു രാജാവായി വരുമ്പോൾ നമുക്ക് കർത്താവിനെ എതിരേൽപ്പാനായി മേഘങ്ങളിൽ ഒരുങ്ങപ്പെടുവാൻ ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് നമുക്ക് മാനസാന്തരപ്പെടാം. ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കേൾക്കുന്നതും യേശുവിനെ ധ്യാനിക്കുന്നതും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് എന്നുള്ളതും വളരെ വാസ്തവമാണ്. ആ ശിഷ്യന്മാർക്ക് കർത്താവ് മനസ്സിലാക്കി കൊടുത്തു. അവർ തിരിച്ചു പോയി അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്ന ഒരു കാര്യമുണ്ട്. പത്രോസിന് കർത്താവ് വെളിപ്പെട്ടു എന്നാണ്. അവിടെ ശിഷ്യന്മാരെല്ലാവരും കൂടിയിരിക്കുന്നു. വാസ്തവമായി പത്രോസിന് കർത്താവ് വെളിപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് പത്രോസിന് വെളിപ്പെട്ടത്? കാരണം പത്രോസ് കർത്താവിന് തള്ളിപ്പറഞ്ഞ് വളരെ വേദനയോടെ ഇരിക്കുന്ന ആ തൻ്റെ മകനെയും കർത്താവ് ആശ്വസിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നീ ഇനി നിരാശപ്പെടേണ്ട, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് ഉയർപ്പിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ഉയർപ്പിൻ്റെ സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. മാർട്ടിൻ ലൂതറിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം വളരെ വിഷമിച്ചും മനം കലകിയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കറുത്ത വസ്ത്രമെല്ലാം ധരിച്ച് അവിടെ നിന്നു. അപ്പോൾ മാർട്ടിൻ ലൂതർ ചോദിച്ചു, ആരാണ് മരിച്ചു പോയതെന്ന്. ആ സ്ത്രീ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു മരിച്ചുപോയി, ദൈവം മരിച്ചുപോയി, മാർട്ടിൻ ലൂതറിൻ്റെ ദൈവം മരിച്ചുപോയി എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. അവൻ ചാടി എഴുന്നേറ്റു. ഇല്ല, എൻ്റെ ദൈവം മരിച്ചു പോയിട്ടില്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. ആ ഒരു പ്രത്യാശ, എൻ്റെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഉണർവാണ്. മാർട്ടിൻ ലൂതർ നല്ല സിംഹത്തിൻ്റെ ധൈര്യത്തോടെ എഴുന്നേറ്റ് കർത്താവിൻ്റെ വേല ചെയ്തു. നമുക്ക് ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കർത്താവിനായി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങൾക്ക് നിങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ കേട്ട വചനങ്ങൾക്കായി ഞങ്ങളുടെ ഹൃദയത്തെ തുറന്ന് നിന്റെ വചനം സ്വീകരിക്കുന്നു. യേശുവേ, ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. നമുക്ക് കർത്താവിനോട് വാക്ക് പറയാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.